നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മളോടുള്ള താർ 2 വീൽ ഡ്രൈവ് ആണ്. ഇതൊരു 13,000 കിലോമീറ്റർ ഓടിയാണ്. നമ്മളൊരു 13,000 കിലോമീറ്റർ ഓടിയപ്പം നമുക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ താർ 2 വീൽ ഡ്രൈവ് എങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. ഇതാണ് താർ 2 വീൽ ഡ്രൈവിൻ്റെ എൻജിൻ റൂം. ഇത് 1500 cc എഞ്ചിനാണ് വണ്ടി വരുന്നത്. അതായത് 117 PS പവറും 300 mm ടോക്കുമാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ലൈറ്റ് പറയുകയാണെങ്കിൽ 60-65 ലൈറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റാണ്. നമുക്ക് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് DRL വരുന്നത്. DRLും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. പിന്നെ ഫോഗ് ലൈറ്റ് വരുമ്പോഴും നമുക്ക് വലിയ അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി. ഇത് എക്സ്ട്രാ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് എക്സ്ട്രാ ചെയ്തണമെന്ന് നമുക്കൊരു ആഗ്രഹമുള്ളത് മെയിനായിട്ടൊന്ന് ഗ്രില്ല് മാറണമെന്നേ ഉള്ളൂ. വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും മാറാൻ നല്ലൊരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഗ്രില്ല് ഇപ്പോഴും മാറാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ബ്ലാക്ക് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രില്ല് ചേരുന്നത്. അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മളൊരു ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് മെയിനായിട്ട് നമ്മളെ അലോയാണ്. അലോയ് വരുമ്പം 18 ഇഞ്ച് അലോയാണ് വരുന്നത്. അതുപോലെ ടയർ വരുന്നത് 255, 65, 18 വരുന്നത്. പിന്നെ വരുന്ന അടുത്ത് നമുക്ക് മെയിനായിട്ട് പറയേണ്ട മിററാണ്. അത്യാവശ്യം മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിലുള്ളതിനകത്ത് ഇപ്പോൾ ഇന്ത്യൻ വാഹനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു മിറർ താറിലാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ വൈപ്പറാണ്. പക്ഷേ വൈപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഓവർ പെർഫോമൻസ് ഉള്ളതല്ല, ഒരു ആവറേജ് പെർഫോമൻസേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 226 mm ആണ്. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അന്നേരം ഗുണമുണ്ട് ദോഷമുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിലേ വേണമെങ്കിലും വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രായമായവർക്കൊക്കെ ഇതിനകത്ത് കയറാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത്. അല്ലെങ്കിൽ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു LED ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത മെയിനായിട്ട് എടുത്തിട്ട് നമ്മൾ ഡീഫോഗറാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡീഫോഗർ ഇട്ട് അത്യാവശ്യം ക്ലീൻ ആവുന്നുണ്ട്. അതുപോലെ നമ്മളെ ബാക്ക് വരുന്ന സ്പെയർ അലോയ് സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം എന്താ പറയുന്നത് ആ സെയിം അത്യാവശ്യം. അതുപോലെ തന്നെ ഇത് നല്ല ലുക്കായിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് 2 സെൻസറാണുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ അടുത്തൊരു മെയിൻ പോരായ്മകളിലൊന്നാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ്. തീർത്ത് ചെറിയൊരു ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ. ബൂട്ട് സ്പേസ് കൂട്ടണം നമുക്കൊരു ഓപ്ഷനേ ഉള്ളൂ. സീറ്റ് മടക്കാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്തായി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ഡീസൽ അടിക്കുമ്പോൾ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് നമ്മളിത് തുറന്നു കൊടുക്കണം. അത് മീൻസ് അതായത് താക്കോൽ കൈ കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ക്യാരക്ടർ ഇതായതുകൊണ്ട് ആ രീതിയിൽ എടുത്തേച്ചാൽ മതി. പിന്നെ വണ്ടി സൈഡിൽ നിന്നും കാര്യങ്ങളും നോക്കാൻ പക്കാ ലുക്കും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. പിന്നെ ഇത് താർ 2 വീൽ ഡ്രൈവ് LX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകംവശത്തോട്ട് പോകാം. ഉൾവശത്തോട്ട് വരുമ്പം ഇതാണ് നമ്മളെ അകത്തെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ. ഇത് 2 വീൽ ഡ്രൈവ് വണ്ടിയാണ്. മെയിനായിട്ട് താറിലുള്ള ഏക ഒരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ്. പക്ഷേ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇത് 4 സീറ്റർ വണ്ടിയാണ്, 5 സീറ്റർ അല്ല. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള സ്റ്റിയറിംഗ് വരുന്നത്. സ്റ്റിയറിംഗ് വരുന്നത് നമുക്ക് ഓളി കൺട്രോൾക്ക് ഈ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ വരുമ്പോൾ ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കാർ ഇൻഫർമേഷൻ എടുത്താൽ വണ്ടിയുടെ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ടയറിൻ്റെ ഇപ്പം എത്ര എയർ ഉണ്ട്, അത് സ്റ്റെപ്പിനീട് വരെ നമുക്കിത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ വണ്ടി ഓടിയത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് നിലവിൽ കിട്ടുന്ന മൈലേജ് 15.3 നമ്മളെങ്ങനെയൊക്കെയാണ് ഓടിച്ചതും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫ്യൂവൽ ഇതാണ് നമുക്ക് ആവറേജ് കിട്ടിയ മൈലേജാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ DRL വേണം നമുക്ക് മാനുവലി നമുക്ക് സെറ്റാക്കാൻ പറ്റും. അതായത് ഓഫ് ചെയ്യണം, ഓഫ് ചെയ്തിടാം. പിന്നെ താഴത്തോട്ട് വരുമ്പം കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളും കാണാം. അതിൻ്റെ അകത്ത് സെൻട്രൽ ലോക്ക്, ഇത് ഹിൽ അസിസ്റ്റൻറ്റ്, ട്രാൻഷൻ കൺട്രോൾ, 4 ഇൻഡിക്കേറ്റർ, പിന്നെ എയർ ബാഗ് ഓഫ്, അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ AC കാര്യങ്ങളാണ് ഇത് വരുന്നത്. പിന്നെ ഈ താർ 2 വീൽ ഡ്രൈവ് വരുമ്പം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സാധാ മാനുവൽ AC ആണ് വരുന്നത്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ ഒത്തിരി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതിപ്പം ടയർ റൊട്ടേഷനാണ്.
നമുക്കറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലത് സൈഡിലായിട്ട് വേറെയും കുറച്ച് സ്വിച്ചുകൾ കാണാം. ഫസ്റ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 2 3 എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ലൈറ്റ് പൊസിഷനാണ്. അത് നമുക്ക് ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് നമുക്ക് സെമി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ടൗണിലോ വല്ലതും നമുക്കിപ്പം എന്നാ പറയുന്നത് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഇപ്പം ന്യൂട്രലോ കാര്യങ്ങളോ ട്രാഫിക്കിൽ നിർത്തിയ വണ്ടി തന്നെ ഓഫ് ആവും. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് കാലെടുക്കും, അതുപോലെ തന്നെ അടുത്ത ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ആവും ചെയ്യും. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഓൺ ആക്കി ഓഫ് ആക്കി ഇടാം. അതുപോലെ തന്നെ ഇതാണ് ക്ലസ്റ്റർ ഇൻഫർമേഷൻ വരുന്നത്. അതുപോലെ നമുക്ക് താഴെ വല സൈഡിൽ തന്നെയാണ് മാറ്റുന്നത്. ഇത് നമ്മൾ ടയർ റൊട്ടേഷനാണ്. ഇത് മറ്റേ വാണിംഗ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് നിലവിൽ എഞ്ചിൻ്റെ നിലവിലൊന്നുമില്ല. അതുപോലെ തന്നെ സെറ്റിങ്സ് ഇത് മറ്റേ നമ്മളെ നിലവിലത്തെ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പം നിലവിൽ കിട്ടുന്ന മൈലേജ്. പിന്നെ ഇത് നമുക്ക് സ്പീഡ് ഓട്ടത്തിൽ സ്പീഡാക്കിയിടാം. അതായത് ഇപ്പം ക്ലസ്റ്റർ സ്പീഡ് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആർബും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് അറിയുന്നത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് താറ് 2 വീൽ ഡ്രൈവിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് ആണ്. പക്ക കമാൻഡിങ് സീറ്റാണ്. നമുക്ക് ആർക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റിംഗ് ആണ് താറിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പക്ക കമാൻഡിങ് സീറ്റാണ്. ഫുള്ള് നമുക്ക് എല്ലാം വ്യൂ കണ്ടുപോകുന്ന ഒരു സീറ്റിംഗ് ആണ്. ഇതിനകത്തെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമുക്കിപ്പം പുറകെ നമുക്ക് കയറാനും കാര്യങ്ങളുള്ള പാട്. പിന്നെ ഇതൊരു സെക്കൻഡറി വണ്ടിയാണ്. അതായത് നമുക്ക് വീട്ടിൽ വേറൊരു വാഹനം ഉണ്ട് ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ് നമുക്ക് മെയിനായിട്ട് താറ് മഹേന്ദ്ര പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രായമായവർക്കോ അങ്ങനെയുള്ളവർക്കൊന്നും ഈ വണ്ടി നമുക്ക് പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കേസ് പുറകെ കയറാനുള്ള ബുദ്ധിമുട്ട്, പൊക്കം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിത്രയും ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഇവർക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ ചിലപ്പോൾ ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്നുകൊണ്ട് ആയിരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൊടുക്കാതെ. പക്ഷേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കാമായിരുന്നു. അതൊരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കൂളിങ്ങുള്ള എ സിയാണ്. എനിക്കങ്ങനെ വേറെ കംപ്ലൈൻറ്റും വേറെ എന്താ പറയുക പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെയാണ്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഓളിംഗ് കൺട്രോൾക്കെയും ക്രൂസ് കൺട്രോൾ സംഭവം എല്ലാം ആഡ് ചെയ്ത് വരുന്ന സ്റ്റിയറിംഗ് ആണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യം സ്മൂത്താണ്. ആവറേജ് നമുക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ മീറ്റർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയാം. മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അത്യാവശ്യം കാര്യങ്ങളും അവൈലബിൾ ആണ്. വേറെ ചോദ്യമാണ്, ഇതൊരു ഫാമിലി യൂസ് വണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫാമിലി യൂസ് വണ്ടിയല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളൊരു വീട്ടിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന വണ്ടിയല്ല. ഞാൻ പറയുന്നത് ഇതൊരു സെക്കൻഡറി വണ്ടിയാണ്.